എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുറുക്ക് കാളനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കാളൻ പല സാധനങ്ങൾ വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ടല്ലേ. മാമ്പഴം വെച്ചും കായും ചേനയും അങ്ങനെ പല സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ കാളൻ ഉണ്ടാക്കാറുണ്ട്. ഇന്നാളൊരു വീഡിയോ കണ്ടു ആപ്പിൾ വെച്ചിട്ട് കാളൻ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കാളൻ ഉണ്ടാക്കുന്നത്. ഇതൊരു ഒത്തിരി വലിപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ്, അതുകൊണ്ട് ഒരെണ്ണേ എടുക്കുന്നുള്ളൂ. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പഴുത്ത് പോയത് എടുക്കരുത്. ഒരു മീഡിയം പഴുപ്പായ നേന്ത്രപ്പഴം എടുത്താൽ മതി. അതെന്നിട്ട് ഇതുപോലെ മുറിച്ചിട്ട് അതിൻ്റെ നടുക്കുള്ള ആ കറുത്ത ഭാഗമുണ്ടല്ലോ അത് ഒന്ന് മാറ്റിക്കളയണം. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അത് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ആവാം. നമ്മളിത് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കഷ്ണത്തിൻ്റെ വലിപ്പമൊന്നും കുഴപ്പമില്ല. ഈ പാകം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് പഴക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി അതിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ ഒഴിക്കണ്ട. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണോണ്ട് കുഴപ്പമില്ല, പഴം അധികം വേവില്ലാത്ത ഇതാണല്ലോ. ഇനി പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി വേവിച്ചെടുക്കുക. ഒരു തിള വരുമ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ പഴം വെന്ത് വരുമ്പോഴത്തേക്കും അതിൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു 2.5 പിടിയോളം തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം കേട്ടോ, അതായത് വെണ്ണ പോലെ അരയ്ക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും എരിവാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്: പച്ചമുളക്, കുരുമുളക്, മുളക് പൊടി. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ കഷ്ണമായിട്ട് കടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഉടച്ചു കൊടുക്കണ്ട, കുറച്ച് ബാക്കി വയ്ക്കുക. ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തു. ഞാൻ എല്ലാ കഷ്ണങ്ങളും ഉടച്ചു കേട്ടോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. ഇങ്ങനെ എല്ലാം നല്ല കുറുകിയിരിക്കുമ്പോഴാണ് അത് ഒരു കുറുക്ക് കാളൻ എന്നുള്ള ഇതിലേക്ക് വരുന്നത്. ഇനി അതിലേക്ക് അരച്ച് വെച്ച അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് നന്നായിട്ട് ആ കട്ടയൊക്കെ ഉടച്ച് എടുക്കണം. അപ്പോൾ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് അടിക്കരുത്. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് കുറച്ച് ലൂസായി പോകും. നമുക്കൊരു കുറുകിയ പരുവത്തിലുള്ളതാണ് വേണ്ടത്. ഇനി അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഒഴിച്ചു കൊടുക്കുക. ഇനി തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ പുളി നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. നല്ല പുളിയുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ ഒഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. തൈര് ചേർത്തിട്ട് അത് തിളപ്പിക്കരുത്. അതിങ്ങനെ പതഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്യണം. നമ്മൾ ചട്നിക്കൊക്കെ എടുക്കില്ല, ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ അതുപോലെ എടുക്കാൻ പാടുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞ പോലെയാവും. അതുപോലെ പതുക്കെ പതഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഇത് കടുക് വറുത്തിടാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ അധികം ഇട്ട് കൊടുക്കണ്ട. ഇനി ചുമന്ന മുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ വേപ്പിലയും മുളകും ഇട്ട് കൊടുത്ത ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 പിഞ്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുളക് പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതിട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗിയാണ്, അത്രേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ കാളൻ റെഡി ആയിട്ടുണ്ട്, പഴക്കാളൻ. ഇത് കുറച്ച് മധുരവും എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു രുചിയാണിതിന്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.